പെട്ടെന്ന് നമുക്ക് പോലീസ് സാറേ നിലവിൽ ഈ കെട്ടിടത്തിൽ ആരെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല ആരുമില്ല. ഈ പ്ലാറ്റ്ഫോമിൽ ആരെയും ഉണ്ടായിരുന്നു? പ്ലാറ്റ്ഫോമിലും ഇത് ചെയ്യുന്ന സമയത്തായിരുന്നു, വേറെ ആരും ആ സമയത്തില്ല, നമ്മൾ തന്നെ ഉണ്ടായിട്ടുള്ളൂ. ഉണ്ടായിരുന്നു. പെട്ടെന്ന് നിലംപതിക്കുകയായിരുന്നു. ട്രെയിൻ രാവിലെ നിങ്ങൾ നമുക്കിപ്പം ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല. അത് ഇതായിട്ട് തൽക്കാലം ഇപ്പം വീണിട്ടുണ്ട്, ഉള്ളിൽ ആരുമില്ല. അതായത് റെയിൽവേ പോലീസുമായി ബന്ധപ്പെട്ട സമയത്ത് പറയുന്നത് ഇത്തരത്തിൽ നിലവിൽ ഉള്ളിലാരും അകപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ആ പരിശോധനയിൽ മനസ്സിലാക്കുന്നില്ല. പ്ലാറ്റ്ഫോം 2 എന്നെഴുതിയ ബോർഡടക്കം അവിടേക്ക് മറിഞ്ഞു വീണിരിക്കുന്നത് കാണാം. ഈ ദൃശ്യങ്ങൾ ഭയപ്പെടുത്തുന്നതാണ് ശരത്. ഇപ്പോൾ ആ കെട്ടിടം പൂർണ്ണമായും തകർന്ന വീണിരിക്കുകയാണ് ഈ ഭാഗത്തേക്ക്. ഇത് നീക്കം ചെയ്യുകയും അത്ര എളുപ്പമല്ല. ഈ അത്തരം നടപടികളിലേക്ക് എപ്പോൾ കടക്കുമെന്നാണ് പോലീസ് പറയുന്നത്? എത്ര പോലീസ് ഉദ്യോഗസ്ഥർ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു? അത്തരം കാര്യങ്ങൾ കൂടി നമുക്ക് ചോദിച്ചറിയാൻ പറ്റുമോ? ആ സമയത്ത് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഈ സമയത്ത് പ്ലാറ്റ്ഫോമിൽ ആരും ഉണ്ടാവില്ല, പാസഞ്ചേഴ്സ് ആരും ഉണ്ടാവാറില്ല. എത്ര മണിക്ക് വന്ന ട്രെയിൻ? ഇത് 9:30 വന്നു. ഈ സമയത്ത് മറ്റു ട്രെയിനിൽ ട്രാക്ക് ഇതിവിടെ സ്റ്റേബിൾ ആവുന്ന വണ്ടിയാണ്. 9:30 വന്നിട്ട് 2 മണിക്ക് പോകുന്ന വണ്ടി. മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ തൊട്ടുപ്പുറമാണല്ലോ. അപ്പോൾ അതിൻ്റെ ആരെങ്കിലും കയറി അങ്ങോട്ട് വന്നു? ഇല്ല. കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നതാണല്ലോ, സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസ് അടക്കം ഉണ്ടല്ലോ, അങ്ങനെ ആരെങ്കിലും അതിലുണ്ടോ? സ്റ്റേഷൻ മാസ്റ്ററും ഞാനും വേറെ 1-2 ആൾക്കാരാണ് ഇത് കെട്ടിക്കൊണ്ടിരുന്നത്. ആ സമയത്താണ് വീണത്. അതുകൊണ്ട് തന്നെ വേറെ ആരും ഇവിടെ ഉണ്ടായിട്ടില്ല. അതായത് വേറെ ആരും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത്. എന്നിരുന്നാലും അത്തരത്തിൽ ഒരു വ്യക്തത വരുത്തണം. കാരണം ഈ കെട്ടിടം പൂർണ്ണമായും നിലം പതിച്ച അവസ്ഥയിലാണ്. നമുക്കത് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതിന്റെ കല്ലും കോൺക്രീറ്റ് പാളികളും പൂർണ്ണമായും നിലത്തേക്ക് കാര്യം തന്നെയാണ് ശരത്. ബാക്കി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരോടും മറ്റ് പോലീസുകാരോടും കൂടി അഭിപ്രായം തേടാം. അദ്ദേഹത്തിന് സംസാരിക്കുന്നതിൽ അത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. ബാക്കിയുള്ളവരോട് കൂടി ചോദിക്കാം, സംസാരിക്കാൻ താല്പര്യമുള്ളവരോട് ചോദിക്കാമല്ലോ. ഇതിന് ദൃക്സാക്ഷികളായ മറ്റു പോലീസുകാരുണ്ടെങ്കിൽ അവരോട് കൂടി ചോദിക്കാം. നിലവിലെന്തായാലും സ്മൃതി, ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. കോഴിക്കോട് ബീച്ച് ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. പക്ഷേ ഇത് കെട്ടിടത്തിന്റെ മറ്റ് കെട്ടിടത്തിനോട് ചേർന്നുള്ള ഇപ്പോൾ വീഴുന്ന ഭാഗത്തോട് ചേർന്നുള്ള ഭാഗം ഇത്തരത്തിൽ സമാനമായ രീതിയിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ അത് പൂർണ്ണമായും നീക്കം ചെയ്യുക അത്ര എളുപ്പമല്ല. കാരണം ഇത്ര ചാടിക്കേറി അത് നീക്കം ചെയ്താൽ ഒരു പക്ഷേ മറ്റൊരു ഭാഗം കൂടി ഇതിലേക്ക് താഴേക്ക് പതിക്കുമോ എന്ന ആശങ്കയുണ്ട്. നിലവിലെന്തായാലും ഈ ഭാഗത്തോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ തന്നെ ആളുകളെ മാറ്റിയിട്ടുണ്ട്. ഒപ്പം ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ഒക്കെ തന്നെ ഉദ്യോഗസ്ഥരെത്തി ഇവിടെ വേണ്ട നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ നിലവിൽ ഇപ്പോൾ എന്തായാലും ഈ കെട്ടിടത്തിന്റെ ഈ വീണ ഭാഗം പൂർണ്ണമായും നീക്കിയാൽ മാത്രമേ നമുക്കൊരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും വലിയൊരു അപകടമാണ്. കെട്ടിടത്തിൽ കാലപ്പഴക്കം ചെന്ന കെട്ടിടമാണ് എന്നുകൂടി മനസ്സിലാക്കേണ്ടി വരും. ഈ മഴ ശക്തമായതിന് പിന്നാലെയാണ്. അതായത് റെയിൽവേ സ്റ്റേഷനിൽ നമുക്കറിയാം കോഴിക്കോട് നിരവധി ആളുകൾ വന്നു പോകുന്ന സ്ഥലമാണ്. പ്രത്യേകിച്ച് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റു ജില്ലകളിൽ നിന്ന് പോലും ആളുകൾ, വയനാട് അടക്കമുള്ള ജില്ലകളിൽ നിന്ന് ആളുകൾ ട്രെയിനിനെ ആശ്രയിക്കുന്നത് കോഴിക്കോട് എത്തിയാണ്. അങ്ങനെ നിരവധി യാത്രക്കാർ എത്തുന്ന പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ്. പക്ഷേ ഭാഗ്യം കൊണ്ട് വേണം ഇത്തരത്തിൽ രാവിലെ 9:30 ഈ ട്രെയിൻ ഇവിടെ എത്തുന്നത്. ഈ ട്രെയിൻ എത്തി രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ നിർത്തിയ സാഹചര്യത്തിൽ മറ്റു ട്രെയിൻ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വരില്ല എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് യാത്രക്കാരൊന്നും തന്നെ ഈ പ്ലാറ്റ്ഫോമിൽ വന്നില്ല. ഈ കെട്ടിടം മറിഞ്ഞു വീണിരിക്കുന്ന ഭാഗ്യത്തിന് അവിടെ യാത്രക്കാരൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിക്കുകയാണ്. അത് ആശ്വാസകരമാണ്. പക്ഷേ ആ തകർന്നു വീണ കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ നമ്മൾക്ക് ഇപ്പോൾ കാണാം. അതേതാണ്ട് അതിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും അടർന്നു വീണിരിക്കുന്നു, ബാക്കി ഭാഗവും വീണേക്കാം എന്നുള്ള നിലയ്ക്കാണ് നിൽക്കുന്നത്. എന്തായാലും ആ ദൃശ്യങ്ങൾ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. ഒരു ഭാഗം പൂർണ്ണമായും അടർന്ന് അവിടെ വീണ് കിടക്കുന്നു എന്നുള്ളതാണ്. ഇത് ഈ ട്രാക്കിൽ ഇപ്പോൾ ആ ഒരു ട്രെയിൻ ഒന്ന് വന്ന് കിടക്കുന്നുണ്ട്, രാവിലെ വന്ന് കിടക്കുന്നതെന്ന് പറയുന്നു. ഈ ട്രാക്കിലൂടെയുള്ള ട്രെയിൻ ഗതാഗതം തടസ്സപ്പെടുത്തുന്ന ഒരു അവസ്ഥയുണ്ടോ എന്താണ്, അതേക്കുറിച്ച് അറിയാനാകുന്നുണ്ടോ? നിലവിൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെടുന്ന പ്രതിസന്ധി ഉണ്ടാവില്ല. കാരണം നേരത്തെ തന്നെ ഇവിടെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ നിർത്തിയ ട്രെയിനിനോട് ചേർന്നാണ് കെട്ടിടം വീണിരിക്കുന്നത്. മറ്റു ട്രാക്കുകളിലേക്കൊന്നും തന്നെ അത്തരം പ്രതിസന്ധിയില്ല. പക്ഷേ ഈ കെട്ടിടം രണ്ടാമത്തെ പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോഴും 2ഉം 3ഉം പ്ലാറ്റ്ഫോം പ്രവർത്തിക്കുന്നത് ഈ കെട്ടിടത്തിനോട് ചേർന്ന് തന്നെയാണ്. അതായത് ഇതിൻ്റെ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗത്ത് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമും മറുഭാഗത്ത് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമുമാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ 2 ട്രാക്കിൽ നിലവിൽ ഇപ്പോൾ എന്തായാലും ട്രെയിൻ ഗതാഗതം മാറ്റേണ്ടി വരും. ഈ ട്രാക്കുകൾ മാറ്റിയുള്ള ക്രമീകരണം നടത്തേണ്ടി വരും എന്നുകൂടി മനസ്സിലാക്കുന്നുണ്ട്. ഒപ്പം യാത്രക്കാരെ കൂടി അത്തരത്തിൽ ഇവിടെ നിന്ന് മാറ്റേണ്ടി വരും. നിലവിലെന്തായാലും മറ്റു രീതിയിൽ, അതായത് ഇപ്പം ഒന്നും
ഒന്ന് 4 ട്രാക്കുകളൊക്കെ ആ പാതകളിലൂടെ ഒരുപക്ഷെ ട്രെയിനിന് കടന്നു പോകാൻ സാധിക്കും. ഈ 2 പ്ലാറ്റ്ഫോമുകളിൽ ഒരുപക്ഷെ നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ 2 ട്രാക്കും ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു 2 ഭാഗങ്ങളിലായിട്ടാണ് ഈ കെട്ടിടത്തിൻ്റെ. ആ സാഹചര്യത്തിൽ ഒരുപക്ഷെ അത്തരത്തിൽ നിയന്ത്രണത്തിന് സാധ്യതയുണ്ട്. നിലവിൽ എന്തായാലും ഈ 2ാമത്തെ പ്ലാറ്റ്ഫോമിലൂടെ ഇനിയിപ്പോൾ എന്തായാലും ട്രെയിൻ ഗതാഗതം എളുപ്പം സാധ്യമല്ല. കാരണം ഇത് ഇവിടുന്ന് കെട്ടിടത്തിന് അവശിഷ്ടം മാറ്റേണ്ടതുണ്ട്. ഒപ്പം നിർത്തിയിട്ട ട്രെയിനിന് മുകളിലേക്ക് ട്രെയിനോട് ചേർന്നാണ് കെട്ടിടം വീണിരിക്കുന്നത്. ഈ അവശിഷ്ടങ്ങൾ എടുത്തു മാറ്റുന്ന നടപടികളിലേക്ക് എപ്പോൾ കടക്കുമെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരോട് കൂടി ഇന്ന് പ്രതികരണം തരാൻ സാധിക്കുമോ ഇപ്പോൾ? നിലവിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മറുവശത്തേക്ക് പോയിരിക്കുകയാണ്. അവർ ഇതിൻ്റെ എങ്ങനെ മാറ്റാൻ കഴിയുമെന്നുള്ളത് അവരും പരിശോധിക്കുന്നുണ്ട്. നേരത്തെ അല്പസമയം മുമ്പ് തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു. അവരിപ്പോൾ മറുഭാഗത്തേക്ക് പോയി ഇതെങ്ങനെ ഇവിടുന്ന് മാറ്റാൻ സാധിക്കും. കാരണം ഒരു ഭാഗത്തുനിന്ന് മാറ്റി തുടങ്ങുമ്പോൾ കെട്ടിടം പൂർണ്ണമായും നിലം പതിച്ചതല്ല. കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് പൂർണ്ണമായും നിലത്തേക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗം തരത്തിൽ ഇപ്പോഴും അപകടാവസ്ഥയിൽ തന്നെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട്